ഹലോ ഓൾ വെൽക്കം ടു ദ ഡിസ്കസ് പോയിന്റ്. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 എപ്പിസോഡ് 7 ട്രെയിലർ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ എപ്പിസോഡ് 7 ട്രെയിലർ ഒന്ന് ഡീകോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. A new dawn is coming. A new line of unsullied kings. My queen, we've seen something strange. Mother. There's a fog that surrounds her. She has come to do you some evil. I have a piece on the board now that will bring the Savage Queen to her knees. You may refuse me as your sister, but I may compel you as your queen. Now tell me what you know. ട്രെയിലറിന്റെ ഫസ്റ്റ് സീനിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് കിങ്സ് ലാൻഡിങ്ങിലേക്ക് രണ്ട് ഡ്രാഗൺസ് പോകുന്നതായിട്ടാണ്. ആൻഡ് ഈ ഷോട്ട് വളരെ വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ ഈ ഡ്രാഗൺസിനെ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഡ്രാഗൺസ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്റെ ഒരു ഗസ് വെച്ചിട്ട് സീസ്മോക്കും അതുപോലെ തന്നെ മൂൺ ഡാൻസർ ആവാനാണ് ചാൻസ്. കാരണം മുന്നിൽ പോയ ഡ്രാഗൺ ബാക്കിലുള്ള ഡ്രാഗണിനെക്കാളും കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. പിന്നെ അതല്ലാതെ വേറൊരു ചാൻസ് ഉള്ളത് വെർമിത്തോറും സിൽവർ വിങ്ങും ആവാനാണ്. പക്ഷെ നമുക്കറിയാം ഹ്യൂ ഹാമ്പറും അതുപോലെ തന്നെ വുൾഫ് വൈറ്റും അവർ രണ്ടുപേരും ടംബിൾട്ടന്റെ ഡ്യൂട്ടി മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ അവർ ഒന്നിച്ചിട്ട് കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരാനുള്ള ചാൻസ് കാണുന്നില്ല. ആൻഡ് ആ ഡ്രാഗൺസിന്റെ ഒരു ഫിസിക്ക് കണ്ടു കഴിഞ്ഞാൽ കറാക്സിസ് എല്ലാം ഉറപ്പാണ്. സോ മോസ്റ്റ് പ്രോബ്ലി അത് ബെയിലെയും ആഡമോഫളും കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരുന്നത് തന്നെയായിരിക്കും. കാരണം അവര് ഇപ്പൊ കുറച്ചു കാലമായിട്ട് വേഗാതെ തപ്പിട്ട് റെലം മൊത്തം കറങ്ങി നടക്കുകയെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് കണ്ടതാണ്. സോ അവർ തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരുന്ന സീനായിരിക്കും നമ്മളെ കണ്ടത്. ഞാൻ തൊട്ടടുത്ത സീനിലേക്ക് പോകുമ്പോൾ എയ്മണ്ടിനെ കാണിക്കുന്നുണ്ട്. എയ്മണ്ട് ഇപ്പോഴും ഹാരൻ ഹെല്ലിലാണ്. അതുപോലെ തന്നെ റെനേറെ കിങ്സ് ലാൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഡെയറൻ ടാർഗേറിയൻ ടംബിൾട്ടണിൽ ഒരു കുതിരപ്പുറത്ത് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സീനിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എയ്മണ്ടിന്റെ വോയിസ് ഓവർ കേൾക്കുന്നുണ്ട്. അതിൽ എയ്മണ്ട് പറയുന്നത് എ ന്യൂ ഡോൺ ഹാസ് ബിഗൺ, അതുപോലെ തന്നെ എ ന്യൂ ലൈൻ ഓഫ് അൺസൾഡ് കിങ്സ് എന്നും പറയുന്നുണ്ട്. ആൻഡ് എയ്മണ്ട് ഇത് ആലിസ് റിവേഴ്സിനോട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എയ്മണ്ടിനെ എതിരെ നിൽക്കുന്ന ആളുടെ മുടി ബ്ലാക്ക് കളറാണ്, അതൊരു ലേഡിയാണ്. ഇപ്പൊ ആരൻ ഹെല്ലില് ആലിസ് റിവേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ആരൻ ഹെല്ലിലേക്ക് പോയ ആലിസന്റ് ആണ്. ആലിസന്റിന്റെ ഹെയർ കളർ വേറെയാണ്. അതുപോലെ തന്നെ എപ്പിസോഡ് 6 അകത്ത് നമ്മൾ കണ്ടതാണ് ആലിസ് റിവേഴ്സ് എയ്മണ്ടിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ആരൻ ഹെല്ലിൽ നിർത്തുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ആലിസ് റിവേഴ്സിന് എയ്മണ്ടിൽ ഒരു കൊച്ചുണ്ടാവുന്നുണ്ട്. സോ ഈ അൺസൾഡ് കിങ്സ് എന്ന് പറയുന്നത് മിക്കവാറും ഇനിയുള്ള കാലം എയ്മണ്ട് അവിടെ ആരൻ ഹെല്ലിൽ നിന്നിട്ട് അവിടെ ഒരു പുതിയൊരു ഫാമിലി തുടങ്ങുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൻഡ് ഓൾറെഡി അവരുടെ കയ്യിൽ 5 ഡ്രാഗൺ എക്സ് ഉണ്ട്. ഐറണി എന്താണെന്ന് വെച്ചാൽ ഈ ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസ് ഇത്രയും അലമ്പാവാനുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ചുവെച്ചത് എയ്മണ്ടാണ്. ഫസ്റ്റ് ലുസാരിസിനെ കൊന്നു, പിന്നെ റെനീസിനെ കൊന്നു. ഇതൊക്കെ ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളായതിനു ശേഷം ഇപ്പം എയ്മണ്ടിന് ആരൻ ഹെല്ലിൽ നിൽക്കണം എന്നാണ് ചിന്തയെങ്കിൽ അത് വല്ലാത്തൊരു ഐഡിയ പോയി. അതുപോലെ തന്നെ ഈ ട്രെയിലറിന്റെ ബാക്കി സീനുകളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആലിസന്റെ ആരൻ ഹെല്ലിൽ എത്തിയിട്ടുണ്ട്. ആലിസന്റിനെ കുറിച്ചിട്ട് ആലിസ് റിവേഴ്സ് എയ്മണ്ടിനോട് വാൺ ചെയ്യുന്നതിന് ഒരു വോയിസ് ഓവർ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ആലിസന്റ് വന്നേക്കുന്ന എന്തൊക്കെയോ ഈവിൾ പ്ലാൻസും ആയിട്ടാണെന്ന് ആലിസ് റിവേഴ്സ് ഒരു വാണിംഗ് എയ്മണ്ടിന് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ട്രെയിലറിൽ നോട്ട് ചെയ്തൊരു ഇമ്പോർട്ടന്റ് കാര്യം, എയ്ഗോൺ എന്തോ കണ്ട് പേടിച്ചിട്ട് ഞെട്ടി എണീക്കുന്നതാണോ അത് എക്സൈറ്റ്മെന്റിൽ എണീക്കുന്നതാണോ എന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കാടാണ്. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് എയ്ഗോൺ റുക്രസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. മോസ്റ്റ് പ്രോബ്ലി ഇപ്പോഴും റുക്രസ്റ്റ് തന്നെ ആയിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നത് എയ്ഗോൺ സൺഫയർ എഴുന്നേക്കുന്നത് കണ്ടിട്ട് അതിന്റെ ഷോക്കിൽ എഴുന്നേറ്റതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഗെയിം ഓഫ് ത്രോൺസിന്റെ അകത്ത് ജോഫ്രി സ്പോയിൽ ചെയ്തിട്ടുണ്ട്. എയ്ഗോണിന്റെ ഡ്രാഗൺ ആണ് റെനീറനെ കൊല്ലുന്നത് എന്നുള്ളത്. സൺഫയർ തന്നെയാണ് അത്. അതുപോലെ തന്നെ നമ്മൾ ബുക്കിലെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ എയ്ഗോണിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള സൺഫയർ ആണ് റെനീറനെ കൊല്ലുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സൺഫയർ മരിച്ചാൽ ശരിയാവില്ല. കാരണം പ്ലോട്ടിൽ അത്രയും വലിയ ഡിഫറൻസ് ഷോറണ്ണേഴ്സ് വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം, HBO പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുറത്തുവിട്ട പിക്ചേഴ്സിന്റെ അകത്ത് ഒരു പിക്ചറിൽ എയ്ഗോണും ലാരിസ്ട്രോങ്ങും അതുപോലെ തന്നെ ടൈലൻ ലാനിസ്റ്ററും എന്തോ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈ സീനിന്റെ അകത്ത് ടൈലൻ ലാനിസ്റ്ററും ലാരിസ്ട്രോങ്ങും അന്ന് വിട്ട് വാ പൊളിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് എയ്ഗോണിന്റെ മുഖത്ത് അത്രയും എക്സൈറ്റ്മെന്റ് കാണുന്നില്ല. സോ എന്റെ ഒരു അസംഷൻ വെച്ചിട്ട് നമ്മൾ കണ്ട സീന് രാത്രിയാണ് നടക്കുന്നത്. ഈ രാത്രി എയ്ഗോൺ സൺഫയർ എഴുന്നേക്കുന്നത് കാണുകയും രാവിലെ അത് ടൈലൻ ലാനിസ്റ്ററിനും ലാരിസ്ട്രോങ്ങിനും കാണിച്ചു കൊടുക്കുന്നതിന്റെ പിക്ചറും ആയിരിക്കും നമ്മൾ പ്രൊമോഷൻ മെറ്റീരിയലായിട്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ റെനീറേനെ കിങ്സ് ലാൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സീനിന്റെ അകത്ത് റെനീറോട് ആരോ പറയുന്നുണ്ട് മൈ ക്യൂൻ ഐ ഹാവ് സീൻ സംതിങ് സ്ട്രേഞ്ച് എന്ന്. ഞാൻ തൊട്ടടുത്ത സീനിൽ ആഡമോഫളിനെയാണ് കാണിക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി ആഡമോഫൾ ആയിരിക്കും റെനീറയോട് ഐ ഹാവ് സീൻ സംതിങ് സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ തോന്നുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് സീനുമായിട്ട് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ആഡമോഫളും ബെയിലും കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അവര് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനാണ് വന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ആൻഡ് അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ മോസ്റ്റ് പ്രോബ്ലി ഷീപ്പ് സ്റ്റിലറിനെ കുറിച്ച് തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ബെയിലും ആഡമോഫളും കൂടെ പോകുന്നത് റെയിനെ കാണുന്നുണ്ട്. റെയിൻ
റെയ്നെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, റെയ്ന ബെയിലിനെ കാണാൻ വേണ്ടി കുറച്ച് ദൂരം പോയി നോക്കിയതിനാണ് വെയിലിലെ ലേഡി ജെയിൻ റെയ്നെ കിട്ടുന്ന പൊട്ടിച്ചത്. ആ റെയ്നെ പോയ സീൻ എന്തായാലും എപ്പിസോഡ് കാണിച്ചിട്ടില്ല, പക്ഷെ മോസ്റ്റ്ലി ഷീപ്സിലറിനെ ഇവർ കണ്ടിട്ടുണ്ടാവും. വലിയ ഡ്രാഗൺ അല്ല, എന്തായാലും കാണും. ആൻഡ് റെനീറയ്ക്ക് ഡേമൺ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഷീപ്സിലറിന്റെ റൈഡറെ ഡേമൺ കൊന്നു. ആഡമും ബെയിലെയും കണ്ട സമയത്ത് ഷീപ്സിലറിന്റെ മേലെ റൈഡറെ കണ്ടിട്ടുണ്ടാവും, അത് ആരാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സോ ആ ഇൻഫർമേഷൻ ആയിരിക്കും അവർ പാസ് ചെയ്യുന്നത്. ഇത് തന്നെ ആയിരിക്കും വിചാരിക്കാൻ ഒരു കാര്യം കൂടെ ഈ ട്രെയിലറിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഡ്രാഗൺ പറന്നു പോകുന്നതിന്റെ നിഴല് കാണിക്കുന്നുണ്ട്. ആൻഡ് ആ ലൊക്കേഷനെ കണ്ടിട്ട് വെയിൽ ആവാനാണ് ചാൻസ്. ആൻഡ് ഡ്രാഗന്റെ നിഴല് കണ്ട നമുക്ക് ഈസിലി സ്പോട്ട് ചെയ്യുന്നത് ഗാലാക്സിസ് ആണ്. സോ ഡേമൺ വെയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം റെയ്നെ കാണാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന മേ ബി റെയ്നെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ ഡേമണെ റെനീറ പറഞ്ഞു വിട്ടതാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്ന വേറെ കാര്യം കൂടെ ഉണ്ട്. കാരണം ഇതിന്റെ അടുത്ത സീരിയലുകളിലായിട്ട് ഓർമൺ ഹൈറ്റവർ റെനീറയ്ക്കെതിരെ എന്തോ ആയുധം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ലാസ്റ്റ് എപ്പിസോഡിൽ 2 ഡ്രാഗൺ സീഡ്സിൽ ഏതെങ്കിലും ഒരു ഡ്രാഗൺ സീഡ് ബ്ലാക്സിനെതിരെ തിരിഞ്ഞതാവാനുള്ള വലിയൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ 2 ഡ്രാഗൺ സീഡ്സിന്റെ അവസ്ഥ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നോക്കുകയാണെങ്കിൽ ഉൾഫൈറ്റിനെ ഡേമൺ കിങ്സ് ലാൻഡിങ്ങിലെ ആളുകളുടെ ഇടയിലിട്ട് ചവിട്ടിക്കൂട്ടി. ആൻഡ് ഇത് ഹൈറ്റവർമെന്റ് സ്പൈ കണ്ടിട്ടുണ്ട്. ഉൾഫൈറ്റ് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ് റെനീറയുടെ റെസ്ട്രിക്ഷൻസ് കാരണം. ഇപ്പൊ കയ്യിൽ ഡ്രാഗണും ഉണ്ട്. ചിലപ്പോൾ ഗ്രീൻസിന്റെ സൈഡിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് യു ഹാമർ ആണ്. യു ഹാമർ ഇപ്പൊ ടംബിൾഡറിന്റെ അകത്താണുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യു ഹാമർ ഒരു സപ്ലൈ വാഗൺ ഹൈജാക്ക് ചെയ്തിട്ടാണ് ടംബിൾഡറിന്റെ ഉള്ളിലേക്ക് കയറി പോയത്. ആൻഡ് അത് കയറി പോകുന്ന സമയത്ത് യു ഹാമറിന്റെ ഹെയർ ഒന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യു ഹാമറിന്റെ ഹെയർ ഉൾഫൈറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടാർഗേറിയൻസിന്റെ അതേ മുടിയാണ്. സോ യു ഹാമറിന്റെ ആളുകൾ നോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. യു ഹാമറിനെ കൺവിൻസ് ചെയ്തിട്ട് ഗ്രീൻ സൈഡിലേക്ക് ആക്കിയോ എന്നറിയില്ല. ബുക്കിലെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ 2 ഡ്രാഗൺ സീഡ്സും ബ്ലാക്സിനെതിരെ തിരിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റെനീറയ്ക്ക് അഡീഷണൽ ഡ്രാഗന്റെ ആവശ്യം ഉണ്ടാവും. ഷീപ്സിലറിനെ കൊണ്ടുവരാൻ ഡേമണെ വിട്ടതാവാനും ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ട്രില്ലറിന്റെ ഫൈനൽ സീനിന് ഷീപ്സിലറിനെ കാണിക്കുന്നുണ്ട്. ഷീപ്സിലർ അഗ്രസീവ് ആയിട്ട് റോർ ചെയ്യുന്നുണ്ട്. ഈ സെയിം റോർ കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് ഡേമണും കറാക്സിസും ഷീപ്സിലറിനെയും റെയ്നെയും കാണാൻ പോയ സമയത്തും ഇതേ കളി കളിച്ചത് നമ്മൾ കണ്ടതാണ്. മേ ബി ഷീപ്സിലറിനെയും റെയ്നെയും ഡേമണും കണ്ട സമയത്തുള്ള ഒരു വിഷ്വൽ ആവാനും അത് ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി എപ്പിസോഡ് 7ലേക്ക് എത്തി. ആൻഡ് ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ തുടങ്ങി കുറെ കാലമായി. എപ്പിസോഡ് 7ൽ എന്തായാലും ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. മോസ്റ്റ് പ്രോബ്ലി എപ്പിസോഡ് 8ൽ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടംബിൾട്ടണിന് നമുക്ക് കാണാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതിന് ഡ്രാഗൺ സീഡ്സ് റെനീറയ്ക്കെതിരെ തിരിഞ്ഞേ പറ്റും. ആൻഡ് ബാറ്റിൽ ഓഫ് ടംബിൾട്ടണിനെ കുറിച്ച് പറയുമ്പോൾ ഈ ട്രെയിലറിന്റെ അകത്ത് തന്നെ നമ്മൾ റിവർലാൻഡ് മെൻ ആർമീനെ കാണിക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബ്ലി റിവർലാൻഡ് മെൻ ആർമി ടംബിൾട്ടണിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. കാരണം ക്രിസ്റ്റ്യൻ കോളിനെ എന്തായാലും കൊന്നു. ഇപ്പൊ അവർക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാൻ ആരുമില്ല. അത് മാത്രമല്ല എന്റെ ഒരു ഒപ്പീനിയനിൽ എപ്പിസോഡ് 7ന്റെ എൻഡിങ് അവർ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് റിവർലാൻഡ് മെൻസ് ആർമി ടംബിൾട്ടണിന്റെ പുറത്ത് അലൈൻ ചെയ്തിട്ട് ബാറ്റിലിന് റെഡിയായി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലായിരിക്കും. ആൻഡ് എപ്പിസോഡ് 8നകത്ത് നമ്മൾ ബാറ്റിൽ ഓഫ് ടംബിൾട്ടണും കാണും. ഇനി ഹെലീനയുടെ കാര്യം പറയുകയാണെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് ആലിസന്റെ റെനീറയോട് പറഞ്ഞിട്ടുണ്ട് ഹെലീന ഒരു ഡ്രീമറാന്നുള്ളത്. ആൻഡ് ഈ ട്രെയിലറിന്റെ അകത്ത് ഒരു സീനിന്റെ അകത്ത് റെനീറ ഹെലീനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്താണ് ഫ്യൂച്ചറിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഈ ഡ്രീംസും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴത്തിന് എടുത്ത് അവിടെ കൊടുക്കാൻ പറ്റിയ സാധനം വല്ലതാണോ എന്ന് എനിക്കറിയില്ല. റെനീറയുടെ ബിഹേവിയർ വല്ലാതെ മാറി വരുന്നുണ്ട്. ആസ് എ വ്യൂവർ ഞാൻ ഒരു ബ്ലാക്ക് സപ്പോർട്ടർ ആയിരുന്നു ഇനീഷ്യലിയൊക്കെ. പക്ഷെ ഇപ്പം ഈ സീസണിലേക്ക് വരുമ്പോൾ അതിന് ചെറിയൊരു ഇളക്കം വന്നു തുടങ്ങുന്നുണ്ട്. ബീങ് ഓണസ്റ്റ് ഈ ഷോയിൽ ഒരു ക്യാരക്ടറും പെർഫെക്റ്റ് എന്നല്ല. പക്ഷെ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ ഒരു ചായ്വ് ബ്ലാക്സിന്റെ സൈഡിലേക്ക് റെനീറയുടെ സൈഡിലേക്ക് വരുന്നു. പക്ഷെ ഇപ്പൊ അതിന് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് എപ്പിസോഡ് 7 ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അത് കമന്റ് ആയിട്ട് ആഡ് ചെയ്യാം. സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.